ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു ടിപ്പായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലെ അലമാര എത്ര നമ്മൾ വൃത്തിയാക്കി അടുക്കി ഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം നമ്മൾ ആ ഡ്രസ്സ് എടുത്തെല്ലാം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അലങ്കോലമാവുമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നത്, അവരുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അതുപോലെ നമ്മുടെ അലമാരയുടെ സ്പേസ് എപ്പോഴും കൂടുതൽ അവരുടെ ഡ്രസ്സായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ സ്പേസ് കുറച്ച് അവരുടെ ഡ്രസ്സ് നമുക്ക് സെക്ഷനായിട്ട് അടുക്കി വെക്കാം, അതിനുള്ളൊരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യുന്ന നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആയി കിടക്കും അല്ലേ. നമ്മളെങ്ങനെ അടിയിൽ നിന്നെല്ലാം ഡ്രസ്സ് എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കും. അപ്പം നമുക്ക് എങ്ങനെ സ്പേസ് കുറച്ച് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് നീറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റുവാണേ പുറത്തേക്ക്. അപ്പം ഞാൻ ഫുൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക എന്ന് നോക്കാം. ഞാൻ പാറൂസിൻ്റെ ഫുൾ ഡ്രസ്സ് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. എല്ലാം അലങ്കോലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പം എല്ലാ അമ്മമാർക്കും അറിയാന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറച്ച് ബോക്സുകളുണ്ടല്ലോ, നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറുള്ള ബോക്സ്, ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി വേണ്ടത്. ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാറൂട്ടിക്ക് കുറേ ഫ്രോക്കുകളുണ്ട് വീട്ടിലിടുന്ന, അല്ലാണ്ട് കുറേ കുഞ്ഞു നിക്കറുകളുണ്ട്. ഇതൊക്കെ പാറൂന് എപ്പോഴും മാറ്റേണ്ട ആവശ്യമുള്ളതാണ്. പിന്നെ രാത്രി ഇടാനായിട്ട് ഞാൻ പാൻസും അതുപോലെ അങ്ങനെയുള്ള ബനിയൻ്റെ സെറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കണം. ഇത് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ അറിയായിരിക്കും ഫുൾ കോളാവും. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് അത് ഓരോന്ന് സെപ്പറേറ്റ് അതുപോലെയുള്ള ഇങ്ങനെ കുഞ്ഞു പാവാടി അതിൻ്റെ ടോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഒരു പെട്ടിക്കകത്ത് പർസിൻ്റെ കുറച്ച് ടവലൊക്കെ ഇങ്ങനെ മടക്കി വെക്കും. പിന്നെ അതിൻ്റെ ഇതുപോലെയുള്ള കുഞ്ഞു ടവലൊക്കെ ഉണ്ട് കേട്ടോ. പർസിന് എപ്പോഴും എടുക്കാൻ ആവശ്യമുള്ള കുഞ്ഞു ടവല്, അതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. പിന്നെ പാറുട്ടിയുടെ മാസ്ക്, അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങളുടെ സോക്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഏകദേശമൊക്കെ ഇതേ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പാറസിൻ്റെ ഫ്രോക്ക്, അല്ലാത്ത നിക്കർ, പാൻസും ബനിയൻ്റെ സെറ്റ്, അതുപോലെ അല്ലാതെ ഇടുന്ന കുഞ്ഞു സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ പാറു ഇടാറുള്ളൂ. ഇങ്ങനെയുള്ള സോഫ്റ്റ് മെറ്റീരിയൽ, ബനിയൻ ക്ലോത്തിൻ്റെയൊക്കെ പോലുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇതൊക്കെ മാത്രമേ ഞാൻ പുറത്തിടുന്ന നല്ല ഡ്രസ്സുകൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കവറിൽ ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മളായിട്ടുണ്ട്. അപ്പം ഇത്രയും കൂടെ ഉള്ളൂ. ഇനി അതുകൂടെ അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് സ്പേസ് ലാഭിച്ച് അലമാരയിൽ വയ്ക്കുവാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഈ ഒരു സ്പേസിലാണ് വയ്ക്കുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ പാറൂസിൻ്റെ ഡ്രസ്സ് മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഫസ്റ്റ് ഞാനിത് എങ്ങനെയാണ് ഈ ഒരു സ്പേസിൽ ഞാൻ വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം.
ദേ ഞാൻ ഓരോ ബോക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അത് കൊലഞ്ഞൊന്നും പോകത്തില്ല, നല്ല അടുക്കായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഇങ്ങനെ സ്പേസ് ഇല്ല, ഇത്രയും സ്പേസ് വയ്ക്കാനില്ല, സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് അറേഞ്ച് ചെയ്ത് വയ്ക്കാമെന്ന് അതുകൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ദേ ഇനി നിങ്ങൾക്ക് സ്പേസ് കുറവാണെങ്കിൽ ഈ ഒരു മെത്തേഡ് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഒരു ബോക്സിൻ്റെ പുറത്ത് അടുത്ത ബോക്സിലായിട്ട് ഇത് വെക്കുമ്പോൾ അറേഞ്ച്മെൻ്റ് ഒന്നും മാറത്തില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊക്കി നമുക്ക് ആവശ്യമുള്ള പെട്ടിയൊക്കെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പം ദേ നമുക്ക് ഇത്രയും സ്പേസ് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് അവരുടെ ഓരോ സെക്ഷൻ തിരിച്ച് വെച്ചതുകൊണ്ട് തന്നെ എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഈ മെത്തേഡ് എല്ലാ അമ്മമാരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എപ്പോഴും നമ്മുടെ അലമാര നല്ല നീറ്റായിട്ട് ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് തന്നെ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനും പറ്റും കേട്ടോ, ഏത് ഡ്രസ്സാണ് നമുക്ക് വേണ്ടതെന്നനുസരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.